अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين। अल्हम्दुलिल्लाह, आज जमात अहमदिया कनाडा का जलसा सालाना शुरू हो रहा है। അൽഹംദുലില്ലാ, ഇന്ന് അഹ്മദിയ ജമാഅത്ത് കാനഡയുടെ ജൽസ സാലാന ആരംഭിക്കുകയാണ്. ഈ ജൽസകൾ ഒരു അഹ്മദിയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾക്ക് കാരണമാണ്. അങ്ങനെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകേണ്ടതുമാണ്. കാരണം ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ കേവലം ദീനീപരമായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ഒരുമിച്ചുകൂടൽ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുമിച്ചുകൂടൽ, അവന്റെ പ്രീതി സ്വായത്തമാക്കുന്നതിനു വേണ്ടിയുള്ള ഒരുമിച്ചുകൂടൽ തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ വ്യക്തമായി പറയുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി സംഘടിപ്പിക്കപ്പെടുന്ന മജ്ലിസുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശികളാക്കി തീർക്കുന്നു, അവന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, ജനങ്ങളെ സ്വർഗത്തിലെ തോട്ടങ്ങളിൽ മേയാൻ വേണ്ടി പരിശ്രമിക്കുക. സഹാബാക്കൾ സ്വർഗത്തിലെ തോട്ടങ്ങൾ എന്താണ് എന്നതിനുള്ള വിശദീകരണം കേൾക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ദൈവസ്മരണകൾ നടത്തുന്ന മജ്ലിസുകൾ സ്വർഗത്തിലെ തോട്ടങ്ങളാണ്. അതുകൊണ്ട് ഏതൊരു മജ്ലിസിൽ നിന്നാണോ സ്വർഗത്തിലെ തോട്ടങ്ങളിലേക്കുള്ള മാർഗം ലഭിക്കുന്നത്, തീർച്ചയായും അവ അനുഗ്രഹീത സദസ്സുകളായിരിക്കും. നമ്മുടെ ജലസകളുടെ ഉദ്ദേശവും അതുതന്നെയാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി, അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനായുള്ള കാര്യങ്ങൾ കേൾക്കുക. ദ്വാകളിലേക്കും ഇബാദത്തിലേക്കും ശ്രദ്ധയുണ്ടാകുന്നതോടൊപ്പം അത് സ്വായത്തമാക്കുന്നതിനുള്ള മാർഗങ്ങൾ പഠിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി അള്ളാഹുവിന്റെ ദാസരോടുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കുക. പിന്നീട് നന്മയിലേക്കുള്ള ഈ ശ്രദ്ധ, ഉത്തരവാദിത്വ നിർവഹണത്തിലേക്കുള്ള ഈ ശ്രദ്ധ നമ്മെ അള്ളാഹുവിന്റെ നന്ദിയുള്ള ദാസരാക്കിക്കൊണ്ട് അവന്റെ സ്മരണയിൽ നമ്മുടെ നാവിനെ ആർദ്രമാക്കിക്കൊണ്ട് സ്വർഗത്തിലെ തോട്ടങ്ങളിലേക്ക് മാർഗദർശനം നൽകുന്നു. എന്നല്ല, ദാസരോടുള്ള ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ ഫലമായി
ആരോടുള്ള കടമയാണോ നിറവേറ്റപ്പെടുന്നത്, ഈ മജ്ലിസ് കാരണമാണ് ഉത്തരവാദിത്വ നിർവഹണത്തിലേക്കുള്ള ശ്രദ്ധയുണ്ടായിട്ടുള്ളത് എന്ന് അയാൾ കാണുമ്പോൾ हो रही है, तो वो भी खुदा ताला जिसका हक अदा किया जा रहा हो, वो भी अल्लाह ताला की हमद और शुक्र करता है। ഉത്തരവാദിത്വം मजालिस നിറവേറ്റപ്പെടുന്ന അയാളും അള്ളാഹുവിനെ സ്തുതിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളുടെ സദസ്സുകളുടെയും പരസ്പരമുള്ള ബന്ധങ്ങളുടെയും അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇപ്രകാരം തന്നെയായിരിക്കണം. और नतीजतन നമ്മിൽ ഈ ഒരു ആത്മാവോടുകൂടി अपने लिए ഇവിടെ വരുന്നവരും दरवाजे खोलते हैं। ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവരും സൗഭാഗ്യവാന്മാരാണ്. അതിന്റെ ഫലമെന്നോണം കേവലം തനിക്ക് വേണ്ടി മാത്രമല്ല സ്വർഗത്തിന്റെ തോട്ടങ്ങളുടെ കവാടങ്ങൾ തുറക്കുന്നത്, മറിച്ച് ദാസരോടുള്ള കടമ നിറവേറ്റുന്നതിലൂടെ अल्लाह ताला के फजलों को മറ്റുള്ളവരെയും സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ മേയുന്നവരാക്കി തീർക്കുന്നതിനുള്ള മാർഗമായി മാറുന്നു. क्योंकि दूसरों को नेकी के रास्ते പിന്നീട് കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആകർഷിക്കുന്ന ഒരു വിശ്വാസിയായി തീരുന്നു. കാരണം മറ്റുള്ളവർക്ക് നന്മയിലേക്ക് മാർഗദർശനം നൽകുന്ന ആൾ, അല്ലെങ്കിൽ उसी कदर नेकी के सवाब का मुस्तहिक ആർക്കെങ്കിലും നന്മ ചെയ്തുകൊണ്ട് അയാളെ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നവർ നന്മ ചെയ്യുന്ന ആളുടെ അത്രത്തോളം പ്രതിഫലത്തിന് അർഹരായിത്തീരുന്നു. कई गुना नेकियों का सवाब दिलवाकर അഥവാ ഒരു നന്മ फजलों और रहमतों का നല്ല ഫലങ്ങളുടെ കാരണമായിക്കൊണ്ട് ഒരുപാട് ഇരട്ടി നന്മകൾക്കുള്ള പ്രതിഫലം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കും കാരുണ്യങ്ങൾക്കും അവകാശികളാക്കിക്കൊണ്ടേയിരിക്കുന്നു. हजारों गुना फल लगाता है ഇതാണ് और अपने നന്മകൾക്ക് मामूली को ആയിരക്കണക്കിന് നൂറുകണക്കിന് ഇരട്ടിയായി പ്രതിഫലം നൽകുന്ന നമ്മുടെ അള്ളാഹു बढ़ा देता है। തന്റെ ദാസന്റെ നിസ്സാരമായ പരിശ്രമം പോലും बस മനുഷ്യചിന്തക്ക് അതീതമായി प्यार की വർദ്ധിപ്പിക്കുന്നു. तलाश हर एक को करनी चाहिए। ഈ പ്രിയപ്പെട്ട അള്ളാഹുവിനോടുള്ള സ്നേഹം जैसा कि मैं अक्सर ഓരോരുത്തരും അന്വേഷിക്കേണ്ടതാണ്. कि हज़रत मसीह मौद अलैहिस्सलाम ने ഞാൻ जलसों का इनेकाद करके എപ്പോഴും പറയാറുള്ളതുപോലെ बरक़ात के ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം जन्नत के बाग ജൽസകൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്കായി और बेहतरीन इंतजाम അനുഗ്രഹങ്ങളുടെ മാർഗം തുറന്നു തന്നിരിക്കുന്നു. बस खुशकिस्मत होंगे സ്വർഗത്തിലെ തോട്ടങ്ങളിൽ ഉലാത്തുന്നതിനുള്ള ഒരു വിശാലവും ഉന്നതവുമായ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഈ സദസ്സിൽ നിന്നും ഈ അന്തരീക്ഷത്തിൽ നിന്നും പ്രയോജനമെടുത്തുകൊണ്ട് उसके लिए इस रज़ा के हुसूल के लिए അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി തീരുന്നവർ തീർച്ചയായും ഭാഗ്യവാന്മാരായിരിക്കും. बूढ़े और बच्चे को അള്ളാഹുവിന്റെ ഈ പ്രീതി കരസ്ഥമാക്കുന്നതിനായി എല്ലാ സ്ത്രീകളും പുരുഷന്മാരും जमात को യുവാക്കളും വൃദ്ധരും കുട്ടികളും പരിശ്രമിക്കേണ്ടതുണ്ട്. हज़रत मसीह मौऊद अलैहिस्सलाम ജമാഅത്ത് അംഗങ്ങളെ ഈ സ്ഥാനം കരസ്ഥമാക്കുന്നവരാക്കി कितना दर्द തീർക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ के लिए दुआ करते थे। इसका अंदाजा ഹൃദയത്തിൽ എത്രമാത്രം വേദനയുണ്ടായിരുന്നു, അദ്ദേഹം എത്രമാത്രം വേദനയോടുകൂടിയാണ് അതിനായി ദുആ ചെയ്തിരുന്നത്, അതിന്റെ ഒരു രൂപം हमें जिंदगी അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നു. और दुआ പറയുന്നു, के खुदा ताला ദുആ ചെയ്യുന്നു. इस जमात के दिलों ഏതുവരെ എന്നാൽ എന്നിൽ और अपनी എന്റെ ജീവനുണ്ടോ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ദുആ ഇതാണ്: അള്ളാഹു എന്റെ ഈ ജമാഅത്തിലെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുമാറാകട്ടെ, തന്റെ കാരുണ്യത്തിന്റെ കൈ കൂടുതൽ നീട്ടിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കുമാറാകട്ടെ, എല്ലാവിധത്തിലുള്ള കുഴപ്പങ്ങളും വിദ്വേഷവും അവരുടെ ഹൃദയങ്ങളിൽ നിന്നും എടുത്തുകളയുമാറാകട്ടെ, പരസ്പരം യഥാർത്ഥത്തിലുള്ള സ്നേഹം നൽകുമാറാകട്ടെ. ഞാൻ ദൃഢമായും വിശ്വസിക്കുന്നു ഈ ദുആ ഇപ്പോൾ തന്നെ സ്വീകരിക്കപ്പെടും. അള്ളാഹു എന്റെ പ്രാർത്ഥനകളെ പാഴാക്കിക്കളയുകയില്ല. അതെ, ഞാൻ ഇങ്ങനെയും ദുആ ചെയ്യുന്നു: അഥവാ എന്റെ ജമാഅത്തിലെ ഒരു വ്യക്തി അള്ളാഹുവിന്റെ അറിവിലും ഉദ്ദേശത്തിലും
സ്ഥായിയായ നിർഭാഗ്യവാനാണെങ്കിൽ तो उसको ए कादुल खुदा യഥാർത്ഥത്തിലുള്ള വിശുദ്ധിയും ദൈവഭയവും അയാൾക്ക് സ്വായത്തമല്ല എന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലയോ സർവശക്തനായ അല്ലാഹുവേ, ആ വ്യക്തിയെ ഏതുപോലെ അയാൾ നിന്നിൽ നിന്നും വിമുഖനാണോ അതുപോലെ എന്നിൽ നിന്നും വിമുഖനാക്കണമേ. അയാളുടെ സ്ഥാനത്ത് ആരുടെ ഹൃദയത്തിലാണോ ये अल्फाज നിർമ്മലതയും आपके दिली दर्द का ऐसा इजहार है ആരുടെ ജീവനിലാണോ നിന്നെക്കുറിച്ചുള്ള അന്വേഷണവും ഉള്ളത്, അത്തരത്തിലുള്ള ഒരാളെ കൊണ്ടുവന്നാലും तौबा और इस्तिग़फ़ार അദ്ദേഹത്തിന്റെ ഹൃദയവേദനയുടെ ഈ വാക്കുകൾ ഹൃദയത്തെ പിടിച്ചുകുലുക്കുന്നവയാണ്, രോമാഞ്ചമുണ്ടാക്കുന്നവയാണ്, अल्लाह ताला തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ശ്രദ്ധ തിരിപ്പിക്കുന്നവയാണ്. യഥാർത്ഥ രീതിയിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വണങ്ങിക്കൊണ്ട് അള്ളാഹുവിനോട് മഗ്ഫിറത്തും പൊറുക്കലും തേടുന്നവരാക്കി തീർക്കുന്നവയാണ്. हम में से हर एक को സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്നവയാണ്. ഈ ദിവസങ്ങളിൽ നമ്മിൽ ഓരോരുത്തരും തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും ताला ना सिर्फ हमारे ईमानों को सलामत रखे സലാത്തിലേക്കും സിക്രെ ഇലാഹിയിലേക്കും ശ്രദ്ധ തിരിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു കേവലം നമ്മുടെ ഈമാനെ സുരക്ഷിതമാക്കി തീർക്കുക മാത്രമല്ല, ഈമാനിലും വിശ്വാസത്തിലും തഖ്വയിലും പുരോഗമിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇസ്തിഗ്ഫാർ കലർപ്പില്ലാത്ത ഇസ്തിഗ്ഫാറായി തീരട്ടെ. നമ്മുടെ നമസ്കാരങ്ങളും ഇബാദത്തുകളും യഥാർത്ഥ നമസ്കാരങ്ങളും ഇബാദത്തുകളുമായി തീരുമാറാകട്ടെ. സൃഷ്ടികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്വ നിർവഹണം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രം ആയി തീരുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശത്തെയും എപ്പോഴും നമ്മുടെ മുന്നിൽ വെക്കേണ്ടതാണ്. അവിടുന്ന് പറയുന്നു, ഏതുവരെ ഹൃദയം വിനയത്തിന്റെ സാഷ്ടാംഗം പ്രണമിക്കുന്നില്ലയോ അതുവരെ പ്രകടമായ നിലയിലുള്ള സുജൂദിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പൊള്ളയായ ആഗ്രഹമാണ്. നാം ഒരുപാട് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നും നമ്മുടെ ദ്വാകൾ അള്ളാഹു കേൾക്കും എന്നുള്ളത് വ്യാജമായ ആഗ്രഹങ്ങളാണ്. പറയുന്നു, ഏതുപോലെ ബലിയുടെ രക്തവും മാംസവും അള്ളാഹുവിലേക്ക് എത്തുന്നില്ലയോ, കേവലം തഖ്വ മാത്രമാണ് എത്തിച്ചേരുന്നത്, അതുപോലെ തന്നെ ശാരീരികമായ റുക്കൂഉം സുജൂദും പ്രയോജനരഹിതമായ കാര്യങ്ങളാണ്. ഏതുവരെ ഹൃദയത്തിന്റെ റുക്കൂഉം സുജൂദും ഖയാമും ഇല്ലയോ. പറയുന്നു, ഹൃദയത്തിന്റെ ഖയാം ഇതാണ്, അവന്റെ കൽപ്പനകളിൽ അടിയുറച്ചു നിലകൊള്ളുക. റുക്കൂ ഇതാണ്, അവനിലേക്ക് കുമ്പിടുക. സുജൂദ് ഇതാണ്, അവനു വേണ്ടി തന്റെ അസ്തിത്വത്തെ ഉപേക്ഷിക്കുക. ഇതാണ് നമ്മിൽ നിന്ന്, തന്നെ വിശ്വസിക്കുന്നവരിൽ നിന്ന്, തന്റെ ജമാഅത്തിൽ നിന്ന് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നത്. തഖ്വയുടെ സ്ഥാനം കരസ്ഥമാക്കുന്നവരായി തീരുക. ഇതിനായി അവിടുന്ന് വളരെ വേദനയോടെ ദുആ ചെയ്തിട്ടുണ്ട്. നാം ഈ സ്ഥാനം നേടുന്നവരായി അള്ളാഹു തീർക്കുമാറാകട്ടെ. നമ്മുടെ ഭൗതിക കെട്ടുപാടുകളിൽ കൂടുതലായുള്ള മുഴുകലും തഖ്വയിൽ നിന്ന് വിദൂരപ്പെടുന്നതും നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിപ്ലവകരമായ മിഷന് തടസ്സം സൃഷ്ടിക്കുന്നതിന് കാരണക്കാരായി ഭവിക്കാതിരിക്കട്ടെ. അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റാത്തവരായി തീരാതിരിക്കട്ടെ. നാം അദ്ദേഹത്തിന്റെ ആത്മാവിന് ദുഃഖമേൽപ്പിക്കുന്നതിന് കാരണമായി തീരാതിരിക്കട്ടെ. ഈ ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം ഉൾക്കൊള്ളാനും ഹദ്റത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ ആഗ്രഹങ്ങൾക്കും ദുആകളുടെ അവകാശികളുമായി തീരുന്നതിന് ഓരോ അഹ്മദിയും ഒരു പുതിയ ദൃഢനിശ്ചയത്തോടുകൂടി പ്രതിജ്ഞ എടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഞങ്ങളുടെ തഖ്വയുടെ നിലവാരം ഉയർത്തുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. തഖ്വയുടെ മാർഗം അന്വേഷിക്കുന്നതിനായി വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിരിക്കുന്ന അധ്യാപനങ്ങൾ, ഒരു യഥാർത്ഥ മുഅ്മിനായി നിശ്ചയിച്ചിരിക്കുന്ന നിലവാരം, അത് അന്വേഷിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ നിലവാരം സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതൊന്നിനെക്കുറിച്ചുള്ള പ്രതീക്ഷയാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്ന് പുലർത്തിയിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിൽ തഖ്വയിലൂടെ ചരിക്കുന്നതിനെക്കുറിച്ച് വിവിധ രീതിയിൽ വ്യത്യസ്ത വിധത്തിൽ അനേകം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ ചിലതിനെക്കുറിച്ച് ഞാനിവിടെ പരാമർശിക്കുന്നതായിരിക്കും. നമ്മിൽ ഓരോരുത്തർക്കും നമ്മുടെ ആത്മപരിശോധനയിലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്നതിനു വേണ്ടി.
അല്ലാഹു പറയുന്നു, അന്നഹു ലാ ഇലാഹ ഇല്ല അന ഫത്തഖൂനി. तकवा का मतलब है बचाव के लिए ढाल के पीछे आना, എന്നെ കൂടാതെ മറ്റൊരു ആരാധ്യനുമില്ല, എന്നെ സൂക്ഷിക്കേണ്ട മുറയനുസരിച്ച് സൂക്ഷിക്കുക. बचने के समान करना. സുരക്ഷിതത്വത്തിനായി अल्लाह ताला फरमाता है मेरी इबादत പരിചയുടെ പിന്നിൽ വരുന്നതിനും പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമുള്ള മാർഗം അവലംബിക്കുന്നതിനും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം അവലംബിക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. क्लास से निकालेगा. അള്ളാഹു പറയുന്നു, എന്നോടുള്ള ആരാധന അതിന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കിക്കൊണ്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് തഖ്വ. അത് നിങ്ങളെ എല്ലാവിധത്തിലും സുരക്ഷിതമാക്കും, നിങ്ങളെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും, നിങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അള്ളാഹുവിനോടുള്ള ആരാധന അതിന്റെ ഉത്തരവാദിത്വത്തോടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ സ്ഥാനം തന്നെയാണ് അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാവുന്ന സ്ഥാനം. എന്നാൽ ഈ ഭയം ഒരു യഥാർത്ഥ ദാസന്, ഒരു യഥാർത്ഥ മുഅ്മിന് അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഉണ്ടാകുന്നത്. हक अदा करने की कोशिश, അതിനെ മറ്റു വാക്കുകളിൽ തഖ്വ എന്ന് പറയുന്നു. ताकि तकवा ഈ ആരാധനകളുടെ खुदा ताला की ഉത്തരവാദിത്വം നിറവേറ്റുവാനുള്ള ശ്രമം हासिल करने ഒരു യഥാർത്ഥ അഹ്മദി ചെയ്യേണ്ടതാണ്. കാരണം തഖ്വയിൽ ചരിക്കുന്നവനും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവനുമാണ് എന്ന് പറയപ്പെടുന്നതിനു വേണ്ടി. अल्लाह ताला फरमाता है वमा खलक़तुल जिन्ना वल इंसा, ഇതുതന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. इंसानों को सिर्फ അള്ളാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. अगरचे ഞാൻ ജിന്നിനെയും ഇൻസിനെയും കേവലം എന്നെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, വിവിധങ്ങളായ മനുഷ്യപ്രകൃതങ്ങൾ തങ്ങളുടെ മനസ്സിലാക്കാനുള്ള കഴിവില്ലായ്മ കൊണ്ടും ധൈര്യക്കുറവ് കൊണ്ടും വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റേതായി നിശ്ചയിക്കുന്നു. ഇന്ന് നാം കാണുന്നു, എല്ലായ്പ്പോഴും മനുഷ്യൻ തന്റെ ജീവിത ലക്ഷ്യം സ്വയം നിർണയിക്കുന്നു. इंसान की विदाई അല്ലെങ്കിൽ ഞാൻ ഈ ലക്ഷ്യമാണ് നിർണയിച്ചിരിക്കുന്നത്, ഇതാണ് എന്റെ ജീവിതത്തിന്റെ രഹസ്യം എന്ന് ധരിക്കുന്നു. के मुद्दा അള്ളാഹു മനുഷ്യന് പറഞ്ഞുകൊടുത്ത മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം മറന്നുപോകുന്നു. പറയുന്നു, और फकत दुनिया के मकासद और आरजुओं तक चलकर आगे ठहर जाते हैं, मगर वो मुद्दा जो खुदा ताला अपने पाक कलाम में बयान फरमाता है ये है वमा खलक़, കേവലം ഭൗതിക ലക്ഷ്യങ്ങളിലും ആഗ്രഹങ്ങളിലും എത്തിച്ചേർന്ന് നിശ്ചലരായി പോകുന്നു. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളിൽ വിവരിക്കുന്ന ലക്ഷ്യം ഇതാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതായത് ഞാൻ ജിന്നിനെയും മനുഷ്യരെയും इंसान की जिंदगी സൃഷ്ടിച്ചിരിക്കുന്നത് की परस्तिश എന്നെ അറിയുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടിയാണ്. ഈ ആയത്തനുസരിച്ച് മനുഷ്യ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കലും അവനെ തിരിച്ചറിയലും അള്ളാഹുവിന്റേതായി തീരലുമാണ്. कि अपनी जिंदगी का मुद्दा अपने इख्तियार से आप मुकद्दर തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്റെ ശക്തി കൊണ്ട് സ്വയം നിർണയിക്കുക എന്നത് മനുഷ്യന് ലഭ്യമായ സ്ഥാനമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. കാരണം മനുഷ്യൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല വരുന്നതും സ്വന്തം ഇഷ്ടപ്രകാരമല്ല തിരിച്ചു പോകുന്നതും, മറിച്ച് അവൻ ഒരു സൃഷ്ടിപ്പ് മാത്രമാണ്. ആരാണോ അവനെ സൃഷ്ടിച്ചത് മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ച് അവന് ഉന്നതവും ശ്രേഷ്ഠവുമായ കഴിവുകൾ നൽകിയത്, അവൻ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യം നിർണയിച്ചിരിക്കുന്നു. മനുഷ്യൻ ഈ ലക്ഷ്യം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ശരി. എന്നാൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തീർച്ചയായും അള്ളാഹുവിനെ ആരാധിക്കലും അള്ളാഹുവിനെ തിരിച്ചറിയലും जिसे हर अहमदी അള്ളാഹുൽ വിലയം പ്രാപിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ഒരു സ്ഥാനവും നിലവാരവുമാണ് ഓരോ അഹമ്മദിയും കരസ്ഥമാക്കേണ്ടത്. चाहे अपना मकसद बना ले, അതിനായി പരിശ്രമിക്കേണ്ടതാണ്. उसकी जिंदगी बेमानी है. മനുഷ്യൻ തന്റെ ലക്ഷ്യങ്ങൾ എത്ര തന്നെ നിശ്ചയിച്ചാലും അത് സ്വായത്തമാക്കാനായി പരിശ്രമിച്ചാലും അവന്റെ ജീവിതം അർത്ഥരഹിതമാണ്. ഇന്ന് തങ്ങളുടെ സുഖങ്ങൾക്കായി ഈ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ലോകത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ മനുഷ്യൻ നിരവധി മാർഗങ്ങൾ इंसानी കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. कि हर किस्म के नान അതിന്റെ പരിണിത ഫലം और बेहूदगी को കേവലം അശ്ലീലങ്ങൾ മാത്രമാണ്. टीवी पर दिखाने
മനുഷ്യന്റെ മഹത്വം ഇത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു. എല്ലാവിധത്തിലുള്ള നഗ്നതയും അവിശുദ്ധ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ടിവിയിൽ കാണിക്കുന്നതും ഒരു പോരായ്മയായി മനസ്സിലാക്കുന്നില്ല. ചില പ്രവർത്തനങ്ങൾ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവയാണ്. ഇതിന് കലയെന്നും സമാധാനമെന്നും പേരുവെക്കുന്നു. ഇവരുടെ അവസ്ഥയാണ് അള്ളാഹു ഇപ്രകാരം വിവരിച്ചിരിക്കുന്നത്: വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. തീർച്ചയായും നാം മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വലിയ വിഭാഗത്തെ നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്ക് ഹൃദയമുണ്ട്, എന്നാൽ അവർ അതിലൂടെ മനസ്സിലാക്കുന്നില്ല. അതായത് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന ബോധ്യം തന്നെ അവർക്കില്ല. അവർക്ക് കണ്ണുകളുണ്ട്, എന്നാൽ അതിലൂടെ അവർ കാണുന്നില്ല. അവർക്ക് ചെവികളുണ്ട്, എന്നാൽ അവർ അതിലൂടെ കേൾക്കുന്നില്ല. അവരുടെ ഹൃദയത്തിൽ ആത്മീയത നിലനിൽക്കുന്നില്ല. അവരുടെ ചെവികൾ ആത്മീയ കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവയല്ല. നല്ല കാര്യങ്ങളും അള്ളാഹു കാണാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളും കാണുന്നതിലേക്ക് ശ്രദ്ധയില്ല. അള്ളാഹു കാണുന്നത് തടഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ല. അഥവാ പൂർണ്ണമായ നിലയിൽ ഭൗതിക ആഗ്രഹങ്ങൾ അവരിൽ അതീശത്വം സ്ഥാപിച്ചിരിക്കുന്നു. പറയുന്നു, അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല അതിലും അധപ്പതിച്ചവരാണവർ. മാർഗഭ്രംശം സംഭവിച്ച ഇവർ തന്നെയാണ് അശ്രദ്ധരായിട്ടുള്ളവർ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, അറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ, തന്റെ ആഗ്രഹത്തെ ദൈവമാക്കിയവനെ നീ കണ്ടില്ലേ? ഇവർ തങ്ങളുടെ ആഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്. പിന്നീട് പറയുന്നു, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന വയഖിലൂൻ ഇൻഹും ഇല്ലാ കൽ അൻആമി ബൽ ഹും അളല്ലു സബീൽ. ഇവരിൽ ഭൂരിഭാഗവും കേൾക്കുകയും ബുദ്ധി പ്രയോഗിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് നീ ധരിക്കുന്നുവോ? ഇവരിൽ അധിക പേരും മൃഗങ്ങളെപ്പോലെയാണ്, അല്ല മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരും വഴിപിഴച്ചവരുമാണ്. ഈ ആയത്തുകളിൽ തങ്ങളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാതെ തങ്ങളുടെ ആഗ്രഹങ്ങളെ പിന്തുടരുന്നവരുടെ രൂപമാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞതുപോലെ, സൃഷ്ടിച്ച് പിന്നീട് ആ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം പറഞ്ഞു തന്നവനെ വിസ്മരിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം സ്വയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളുടെ സങ്കേതം നരകമാണ്. മൃഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കണക്കെടുപ്പുണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈ വഴിപിഴച്ചവരുടെ കർമ്മങ്ങളുടെ കണക്ക് തീർച്ചയായും ഇവരെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. നാം ഒരു വലിയ വിഭാഗത്തെ നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമ്പോൾ അള്ളാഹുവിന്റെ വചനങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ധരിക്കരുത്. ഒരു സ്ഥലത്ത് പറയുന്നു, ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും ഇബാദത്തിനായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറുവശത്ത് പറയുന്നു, നരകത്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: അള്ളാഹുവിൽ നിന്ന് നേർവഴിക്കുള്ള എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും, അള്ളാഹുവിന്റെ കാരുണ്യം ഏറ്റവും വിശാലമായിരുന്നിട്ട് പോലും അധികം ആളുകളും ഇതിൽ നിന്ന് പ്രയോജനം എടുക്കാറില്ല. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് തങ്ങളുടെ ഇഹപരലോകങ്ങൾ മനോഹരമാക്കി തീർക്കുന്നതിന് പരിശ്രമിക്കാറില്ല. മറിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങളെ പിൻപറ്റിക്കൊണ്ട് നരകത്തിന്റെ മാർഗത്തിലേക്ക് ചരിക്കുന്നു. ഭാഷാ പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണം ഇപ്രകാരം നൽകുന്നു: ജഹന്നം എന്ന വാക്കിന് മുമ്പായി ലാമ് കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ പര്യവസാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്, അവരുടെ ലക്ഷ്യത്തിലേക്കല്ല. മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെട്ടുകൊണ്ട് അവന്റെ
ആരാധനയുടെ ഉത്തരവാദിത്വം നിറവേറ്റാതെ, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കാതെ अपनी बेहुदा ख्वाहिशात ने തന്റെ മോശമായ പര്യവസാനത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് മനുഷ്യന്റെ നീചമായ ഈ ആഗ്രഹങ്ങൾ അവന്റെ പര്യവസാനം ഇതാക്കി തീർത്തിരിക്കുന്നു. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. പരസ്യമായ നിലയിൽ നികൃഷ്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നീചവും നഗ്നവുമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും കാണുകയും ചെയ്യുന്നു. आम मुहैया हो जाती हैं। ഫോണോഗ്രാഫി വീഡിയോകളും जानवरों से भी बदतर हो गए हैं സിനിമകളും പരസ്യമായി തന്നെ ലഭ്യമാകുന്നു. और बाज അതെല്ലാം കണ്ട് कहूंगा അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇവർ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച രീതിയിലായി തീർന്നിരിക്കുന്നു. यानी उम्र के लोग भी വളരെ ദുഃഖത്തോടുകൂടി ഞാൻ പറയട്ടെ, ചില പരാതികൾ എനിക്കും ലഭിക്കാറുണ്ട്. നമ്മുടെ അഹമ്മദി യുവാക്കൾ എന്നല്ല മധ്യവയസ്കരും ഈ വിധത്തിലുള്ള അനാവശ്യ കാര്യങ്ങൾ, അതല്ലെങ്കിൽ അല്പം കുറഞ്ഞ അനാവശ്യ കാര്യങ്ങളുള്ള ഫിലിമുകൾ കാണുന്നതിൽ അകപ്പെട്ടിരിക്കുന്നു. ഈ കാരണം ചില വീടുകളും ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. लोगों का ठिकाना എല്ലാവരും അള്ളാഹുവിനെ ഭയക്കേണ്ടതാണ്. അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അപ്രകാരം വഴിപിഴച്ചവരുടെ സങ്കേതം നരകമായിരിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമാക്കിയിട്ടുണ്ട്, എന്നോടൊപ്പം നിൽക്കുന്നുവെങ്കിൽ ഈ അനാവശ്യ കാര്യങ്ങളെയും ശരീരേച്ഛകളെയും ഉപേക്ഷിക്കുക, അതല്ല എങ്കിൽ എന്നിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത്തരം ആളുകൾ പൊതുവിൽ ജലസയിൽ വരാറില്ല, ജമാഅത്തിൽ നിന്നും വളരെയധികം മാറി നിൽക്കുന്നവരായിരിക്കും. എന്നാൽ വരികയും अपनी इस्लाह की അവരുടെ ചെവികളിൽ ഈ ശബ്ദം പതിക്കുകയും അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്താൽ അത്തരം ആളുകൾ തങ്ങളുടെ പരിഷ്കരണത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. इसी तरह नौजवान അല്ലെങ്കിൽ ജമാഅത്ത് വ്യവസ്ഥിതി ഏതെങ്കിലും വിധത്തിലുള്ള നടപടിയെടുക്കുന്നതിന് മുമ്പ് सही तरह तमीज नहीं സ്വയം ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ निजाम से भी इतना ज्यादा യുവത്വത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന യുവാക്കൾക്കും നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കുകയില്ല, വീട്ടുകാരും പറഞ്ഞുകൊടുക്കാറുണ്ടായിരിക്കുകയില്ല, ജമാഅത്തിന്റെ വ്യവസ്ഥിതിയുമായും അത്രയധികം ബന്ധമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവരോടും ഞാൻ പറയുകയാണ്, ഇതെല്ലാം കാണുന്നത്, ഫിലിമുകൾ കാണുന്നത് ഒരുതരം ലഹരിയാണ്. അതുകൊണ്ട് क्योंकि ये आप पर भी असर डालेंगे। ഇത്തരം നീചകർമ്മങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരുമായി നിങ്ങൾ സൗഹൃദം നിലനിർത്തരുത്. की गलादत में पड़ गए ഇവർ നിങ്ങളെ സ്വാധീനിക്കും. അഥവാ ഒരിക്കൽ മാത്രമാണെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള അഴുക്കിൽ അകപ്പെട്ടാൽ പിന്നീട് इस्लाम അതിൽ നിന്ന് പുറത്തു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. कि खुदा ताला ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം हमने जहन्नम ഈ ആയത്തുകളുടെ വിശദീകരണത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നാം നരകത്തിനായി ഒരുപാട് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. जहन्नम नहीं बना के दिया बल्कि പിന്നീട് പറയുന്നു, ഈ നരകം അവർ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. बुलाया जाता है। അള്ളാഹു फरमाते हैं നരകം തയ്യാറാക്കി നൽകുകയല്ല, മറിച്ച് അവർ സ്വയം पाक दिल തയ്യാറാക്കിയിരിക്കുകയാണ്. പറയുന്നു, അവരെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ പരിശുദ്ധ ഹൃദയം പരിശുദ്ധ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. അവിശുദ്ധ ചിന്താഗതിക്കാരനായ മനുഷ്യൻ തന്റെ ശൂന്യമായ ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കുന്നു. അവരെ സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോൾ അത് കേൾക്കാറില്ല. अक्लमंद समझते हैं दुनिया की रोशनी से പരിശുദ്ധ ഹൃദയരായിട്ടുള്ളവരിൽ പരിശുദ്ധ കാര്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ തങ്ങളെ സ്വയം ബുദ്ധിമാന്മാരാണെന്ന് ധരിക്കുന്നവർ, ലോകത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് ഫലമെടുക്കണമെന്ന് പറയുന്നവർ, തങ്ങളുടെ ബുദ്ധിയെ जहन्नम भी हो അവലംബിക്കുന്നവർ, അതിന്റെ എല്ലാം ഫലം നരകമാകുന്നു. പറയുന്നു, അത്തരം ആളുകൾക്ക് പരലോകത്തിലെ നരകവും ഉണ്ടായിരിക്കും. और रिहाई न ഈ ലോകത്തിലെ നരകത്തിൽ നിന്നും രക്ഷയും സമാധാനം ഉണ്ടായിരിക്കുന്നതല്ല. ലോകത്തിലെ നരകം ആ വരാനിരിക്കുന്ന നരകത്തിന്റെ തെളിവായിട്ടായിരിക്കും. और चीजों की അത്തരത്തിലുള്ള ആളുകൾക്ക് एक जहन्नम ചില രോഗങ്ങൾ കാരണവും മറ്റു ചില കാരണങ്ങളാലും ഈ ലോകത്തും ഒരു നരകം കാണാൻ സാധിക്കും. कि ये ख्याल मत പിന്നീട് कि कोई जाहिर ഈ ലോകത്തിലെ നരകത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, या माल ഭൗതികമായ സമ്പത്തോ औलाद की कसरत किसी शख्स के लिए ഭരണമോ या इत्मीनान ധനമോ सकीनत का मुझे അഭിമാനമോ മക്കളുടെ ആധിക്യമോ ഏതെങ്കിലും വ്യക്തിയുടെ സന്തോഷത്തിനും സമാധാനത്തിനും ശാന്തിക്കും കാരണമായിരിക്കുമെന്നും और वो तसल्ली അയാൾ മരണാനന്തരം സ്വർഗത്തിലായിരിക്കുമെന്നും ധരിക്കരുത്. അങ്ങനെയല്ല. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളായ ഹൃദയശാന്തിയും സമാധാനവും मरने से मिल सकती है। ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ലഭിക്കുന്നതല്ല. അത് അള്ളാഹുവിൽ ജീവിക്കുന്നത് കൊണ്ടും पाक हिर्स पैदा करके മരിക്കുന്നത് കൊണ്ടുമാണ് ലഭിക്കുന്നത്. പറയുന്നു, ഭൗതിക സുഖാനുഭൂതി
ഒരു തരം അവിശുദ്ധ തൃഷ്ണ ജനിപ്പിച്ച് तलब और प्यास ആവശ്യത്തെയും ദാഹത്തെയും വർദ്ധിപ്പിക്കുന്നു. इस्तिस्का के मरीज की तरह प्यास नहीं बुझती, जिसको पानी पीने का मर्ज होता है। ദാഹരോഗം പിടിപെട്ട രോഗിയെപ്പോലെ അയാളുടെ ദാഹം ശമിക്കുകയില്ല. फरमाया यहाँ तक कि वो हलाक हो जाते हैं। बस ये बेजा आरज़ुओं പറയുന്നു, ഏതുവരെ എന്നാൽ അയാൾ നശിച്ചു പോകുന്നു. ഈ അനാവശ്യമായ ആഗ്രഹങ്ങളുടെയും അത്യാശകളുടെയും അഗ്നി മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനവും ശാന്തിയും നൽകാത്ത നരകത്തിന്റെ അഗ്നിയിൽ നിന്നുള്ളതാണ്. മറിച്ച് അതവനെ ഒരു ആശയക്കുഴപ്പത്തിലും വേദനയിലും അകപ്പെടുത്തുന്നു. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളുടെ പക്കൽ ഈ കാര്യം ഒരിക്കലും മറഞ്ഞിരിക്കാൻ പാടുള്ളതല്ല. यानी इन बातों का ख्याल रखें। जो फरमाते हैं बस ये आग जो इंसानी दिल को അതായത് ഈ കാര്യങ്ങളെ ഓർത്തിരിക്കേണ്ടതാണ്. പിന്നീട് അവിടുന്ന് പറയുന്നു, ഈ അഗ്നി മനുഷ്യഹൃദയത്തെ ചുട്ടുപൊള്ളിക്കുന്നു. ഒരു കത്തിത്തീർന്ന കൽക്കരി കഷ്ണം പോലെ ഇരുണ്ടതും കറുത്തതുമാക്കി തീർക്കുന്നു. അത് तकवा की ഈ ദൈവേതരങ്ങളോടുള്ള സ്നേഹം തന്നെയാണ്. अपने हर ഒരു യഥാർത്ഥ വിശ്വാസി തക്വയിൽ ചരിക്കുന്ന വ്യക്തി, തക്വ അന്വേഷിക്കുന്ന വ്യക്തി തന്റെ ഓരോ കർമ്മം അള്ളാഹുവിനു വേണ്ടി മാത്രം ചെയ്യേണ്ടതായിട്ടുണ്ട്. डाल कर बाहर फेंकना हो, ഹൃദയത്തിൽ നിന്ന് तभी एक मोमिन ആഗ്രഹങ്ങളുടെയും बस इन സമാധാനത്തിന്റെ നാമധാരികളായ ഭൗതിക ബിംബങ്ങളെയും പുറത്തേക്ക് വലിച്ചെറിയേണ്ടതായിട്ടുണ്ട്. അപ്പോഴായിരിക്കും ഒരു മുഅ്മിൻ യഥാർത്ഥത്തിലുള്ള മുഅ്മിനായി തീരുക. इसमें हर एक को अपनी इस्लाह അള്ളാഹു ഇസ്ലാഹിനായി जरूरी नहीं है। ഒരുക്കിയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും തങ്ങളുടെ ഇസ്ലാഹിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും വലിയ വലിയ പാപങ്ങളിൽ മനുഷ്യൻ ഉൾപ്പെട്ടിരിക്കണമെന്നില്ല. ചെറിയ ചെറിയ പാപങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഈ ചെറിയ പാപങ്ങൾ തന്നെയാണ് ചില അവസരങ്ങളിൽ തക്വയിൽ നിന്ന് ദൂരീകരിക്കുകയും പാപങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ദൈവസ്മരണയിൽ തങ്ങളുടെ നാവുകളെ ആർദ്രമാക്കുക, ഇസ്തിഗ്ഫാറിലൂടെയും സലാത്തിലൂടെയും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുക, തങ്ങളുടെ ഹൃദയങ്ങളെ ദൈവേതരങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്ന് വിശുദ്ധീകരിക്കുക, അള്ളാഹുവിന്റെ നന്ദിയുള്ള ദാസരായി തീരുക. ഈ നന്ദി പ്രകടനം അവസാനം അള്ളാഹുവിന്റെ സ്നേഹം ആകർഷിക്കുന്നതിനുള്ള കാരണമായി തീരുന്നു. अल्लाह ताला के फजलों के ഈ രാജ്യത്ത് വന്ന് जो दरवाजे खुले हैं, ഭൗതിക നിലയിൽ ताला के इनामात അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ തുറന്ന് आगे खुदा ताला की नाराजगी का അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നതിനുള്ള മാർഗമാക്കി മാറ്റിയെടുക്കുക. तुम्हारे लिए അള്ളാഹുവിന്റെ കോപത്തിനുള്ള മാർഗങ്ങളല്ല. ये नहीं फरमाया അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ തഖ്വയായിരിക്കും നിങ്ങളുടെ അഭിമാനസ്ഥാനത്തിന് കാരണം. നിങ്ങളുടെ പണം, ധനം इन्ना अक्रमकुम നിങ്ങൾക്ക് അഭിമാനസ്ഥാനം നൽകും എന്ന് പറഞ്ഞിട്ടില്ല. कि अल्लाह के नजदीक तुम्हें അള്ളാഹു പറയുന്നു, वही है। ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും. हम अक्सर सुनते അള്ളാഹുവിന്റെ പക്കൽ നിങ്ങളിൽ ഏറ്റവും ബഹുവന്യൻ, ഏറ്റവും കൂടുതലായി തഖ്വയുള്ളവനാണ്. लेकिन ഇത് നാം എപ്പോഴും കേൾക്കാറുണ്ട്. നമ്മുടെ പ്രസംഗങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്, പ്രഭാഷകർ ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഏതു പ്രകാരമാണോ അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അതുപ്രകാരം പ്രവർത്തിക്കാറില്ല. അഥവാ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ജമാഅത്തിനകത്ത് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും കലഹങ്ങളും സ്വയം ഇല്ലാതായിത്തീരും. इंदल्लाह अत्काकुम में ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും എന്നതിൽ खुदा ताला के ഏതു വിധേന ഒരാൾ തഖ്വയുടെ സൂക്ഷ്മമായ മാർഗങ്ങൾ അവലംബിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിന്റെ പക്കൽ അയാളുടെ സ്ഥാനം വർദ്ധിക്കുന്നു. नजदीक उसका ज्यादा मर्तबा होता है। बस बिलाशुबा ये निहायत आला दर्जे का तकवा है। ये कबल अज തീർച്ചയായും खतरात से महफूज रहने की तदबीर बतौर हिफ्ज़ അപകടങ്ങൾ വരുന്നതിനു മുമ്പ് അപകടങ്ങളിൽ നിന്ന് സുരക്ഷിതരായി തീരുന്നതിനുള്ള യുക്തി, സുരക്ഷിതത്വം എന്ന നിലയിൽ അവലംബിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ തഖ്വ. അതായത് അപകടം വരുന്നതിന് മുമ്പ് തന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം അവലംബിക്കുക. പിന്നീട് പറയുന്നു, ബഹുമാനവും മഹത്വവും ഒരു ഭൗതിക നിയമങ്ങൾ കൊണ്ടും ലഭ്യമല്ല. അള്ളാഹുവിന്റെ പക്കൽ മുത്തക്കി ആയിട്ടുള്ളവനാണ് വലിയവൻ. से न देखो। പിന്നീട് അവിടുന്ന് പറയുന്നു, മതപരമായി ദരിദ്രരായ സഹോദരങ്ങളെ ഒരിക്കലും നിന്യാദൃഷ്ടിയോടുകൂടി നോക്കിക്കാണരുത്. दूसरों को हकीर और സമ്പത്തിലും ധനത്തിലും खुदा के नजदीक കുടുംബപരമായ ഗുണത്തിലും അനാവശ്യ അഹങ്കാരം കാണിച്ച് മറ്റുള്ളവരെ നിന്ദ്യരും കുറവുള്ളവരുമായി കണക്കാക്കരുത്.
അള്ളാഹുവിന്റെ പക്കൽ മുത്തക്കിയാണ് ബഹുവന്യൻ. പിന്നീട് അവിടുന്ന് പറയുന്നു, മോക്ഷം സമുദായത്തിലോ സമ്പത്തിലോ നിദാനമല്ല, മറിച്ച് അള്ളാഹുവിന്റെ പ്രവൃത്തിയിലാണ് നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ പ്രവൃത്തിയെ എങ്ങനെ സ്വായത്തമാക്കാമെന്നതിനെ കുറിച്ച് പറയുന്നു. അത് സൽക്കർമ്മങ്ങളുടെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും അനുധാവനം ചെയ്യുന്നതിലൂടെയും ദുആയിലൂടെയുമാണ് ലഭിക്കുന്നത്. അതായത് അള്ളാഹുവിന്റെ പ്രവൃത്തിയെ, സൽക്കർമ്മങ്ങളും റസൂൽ തിരുമേനിയെ പൂർണ്ണമായി പിൻപറ്റുന്നതും ദുആയുമാണ് ആകർഷിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ വളരെ ശക്തമാണ്. പറയുന്നു, അള്ളാഹുവിന്റെ പക്കൽ ബഹുവന്യനും മഹത്വമുള്ളവനും മുത്തക്കി ആയിട്ടുള്ളവനാണ്. ഇനി തക്കുവയുള്ള ജമാഅത്തിനെ മാത്രമേ അള്ളാഹു നിലനിർത്തുകയുള്ളൂ, മറ്റുള്ളവയെ അവൻ നശിപ്പിക്കും. ഇത് വളരെ ഭയാനകരമായ ഒരു സ്ഥാനമാണ്. രണ്ടുപേർക്ക് ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. മുത്തക്കിയായിട്ടുള്ളവനും കുഴപ്പക്കാരനും അവിശുദ്ധനായിട്ടുള്ളവനും അവിടെ നിൽക്കാൻ സാധ്യമല്ല. മുത്തക്കി നിലനിൽക്കുകയും നീചൻ നശിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം അവന്റെ പക്കൽ ആരാണ് മുത്തക്കിയെന്ന് അവന് മാത്രമേ അറിയുകയുള്ളൂ. മുത്തക്കിയായിട്ടുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ്. ശാപത്തിന് കീഴിൽപ്പെട്ടവൻ നിർഭാഗ്യവാനാണ്. ഞാൻ വായിച്ച ഈ എല്ലാ നിർദ്ദേശങ്ങളും ഒരു യഥാർത്ഥ അഹമ്മദിയെ സംബന്ധിച്ചിടത്തോളം അവനെ പിടിച്ചുകുലുക്കാൻ മതിയായതാണ്. അവിടുന്ന് പറയുകയുണ്ടായി, അപകടത്തിനു മുമ്പ് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. തങ്ങളുടെ എല്ലാ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായിട്ടുള്ള മാർഗമാക്കുക എന്നത് തന്നെയാണ് അപകടത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ. മോക്ഷപ്രാപ്തിയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി, ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി 3 മാർഗങ്ങൾ ആ മഹാത്മാവ് പറയുകയുണ്ടായി. ഒന്നാമതായി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. രണ്ടാമത്തേത് നിങ്ങളുടെ ഓരോ കാൽവെപ്പും നന്മ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. അടുത്തത് റസൂൽ തിരുമേനിയുടെ ജീവിത മാതൃകയിൽ നിന്ന് ലഭിക്കുന്ന സത്പ്രവർത്തികൾ നോക്കുക. അതിൽ നിങ്ങൾക്ക് സൽപ്രവർത്തികൾ ലഭിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകയെക്കുറിച്ച് ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയുണ്ടായി, അവിടുത്തെ സ്വഭാവം വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിക്കേണ്ടതായി വരും. ഹദ്റത്ത് മസീഹ് മൗഊദ് വസ്സലാം പറയുന്നു, റസൂൽ തിരുമേനിയെ പൂർണ്ണമായും അനുധാവനം ചെയ്യുക. പിന്നീട് തങ്ങളുടെ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കുമ്പിട്ടുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് കൂടുതൽ മനോഹരമാക്കി തീർക്കുക. പറയുന്നു, ഈ ജമാഅത്തിന്റെ വിധിയിലാണ് വിജയം എഴുതി വച്ചിരിക്കുന്നത്. ഇവർ തന്നെയാണ് തഖ്വയിൽ ചരിക്കുന്ന ആളുകൾ. ഇവർ തന്നെയാണ് ലോകത്ത് അധീശത്വം സ്ഥാപിക്കുന്നവർ. നമ്മിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഈ അടിസ്ഥാന കാര്യം മനസ്സിലാക്കുന്നവർ ഭൗതിക സമ്പത്തിനെ തങ്ങളുടെ ലക്ഷ്യമായി ഗണിക്കാതിരിക്കുക, മറിച്ച് അല്ലാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികളിൽ ഒരു വലിയ വിഭാഗം ഇതിനായി പരിശ്രമിക്കുന്നവരായുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ജമാഅത്ത് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ത്യാഗത്തിന്റെ നിലവാരത്തിൽ നിന്നും ഇത് പ്രകടമാണ്. എന്നാൽ ഈ മേഖലയിൽ ഇനിയും ഒരുപാട് മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അല്ലാഹു നമ്മിൽ ഓരോരുത്തർക്കും ഈ പ്രധാന കാര്യം മനസ്സിലാക്കുന്നവരായി തീരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. തഖ്വയിൽ ചരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നവരായി തീരട്ടെ. അല്ലാഹു ഒരു മുത്തക്കിയോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളിൽ
ഭാഗവാക്കാകുന്നവരായി നാം തീരട്ടെ. അള്ളാഹു മുത്തക്കീങ്ങളോട് ചെയ്തിരിക്കുന്ന ഒരുപാട് വാഗ്ദാനങ്ങളോടൊപ്പം ഈ വാഗ്ദാനവും കൂടി ചെയ്തിരിക്കുന്നു. വൽ ആഖിബത്തുലിൽ മുത്തക്കീൻ, പര്യവസാനം മുത്തക്കീങ്ങൾക്കാണുള്ളത്. അതായത് വിജയവും ശുഭപര്യവസാനവും മുത്തക്കീങ്ങളായിട്ടുള്ളവർക്കാണുള്ളത്. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി പറയുന്നു, എല്ലാവിധത്തിലുള്ള അസൂയയുടെയും വിദ്വേഷത്തിന്റെയും പരനിന്ദയുടെയും അഹങ്കാരത്തിന്റെയും അഹംഭാവത്തിന്റെയും പാപത്തിന്റെയും ആജ്ഞാലംഘനത്തിന്റെയും പ്രത്യക്ഷവും പരോക്ഷവുമായ മാർഗങ്ങളിൽ നിന്നും അലസതകളിൽ നിന്നും അസൂയയിൽ നിന്നും രക്ഷപ്പെടുക. നല്ലവണ്ണം ഓർത്തുകൊള്ളുക, ശുഭപര്യവസാനം എല്ലായ്പ്പോഴും മുത്തക്കീങ്ങൾക്കായിരിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ വലാഖിബത്തുലിൽ മുത്തക്കീൻ, അതുകൊണ്ട് മുത്തക്കിയായിത്തീരുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ഈ ജലസയുടെ നമുക്ക് ലഭിക്കുന്ന അന്തരീക്ഷം അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മിൽ ഓരോരുത്തരും തങ്ങളുടെ തെറ്റുകൾ പരിശോധിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. എല്ലാവിധത്തിലുള്ള നന്മകളും സ്വായത്തമാക്കുന്നതിലേക്ക് പൂർണ്ണമായും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നാം വിജയത്തോടെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്ന ആ പര്യവസാനം സ്ഥാപിക്കുന്നവരായി തീരുന്നതിനു വേണ്ടി. പിന്നീട് കേവലം വ്യക്തിപരമായ പര്യവസാനത്തിൽ മാത്രമല്ല അള്ളാഹു പരിമിതപ്പെടുത്തിയിട്ടുള്ളത്, മറിച്ച് ജമാഅത്ത് അംഗങ്ങളിൽ എത്രത്തോളം ആളുകൾ ഒരു പരിശ്രമത്തോടുകൂടി നന്മ സ്വായത്തമാക്കുന്നതിനും തഖ്വയിൽ ചരിക്കുന്നതിനും പരിശ്രമിക്കുന്നുവോ, ഒരു ജമാഅത്ത് എന്ന നിലയിൽ ജമാഅത്തിന്റെ മേലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷത്തിലും വർധനവുണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാകുന്നതായി കാണും. തീർച്ചയായും ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഈ വാഗ്ദാനമുണ്ട്. അള്ളാഹു തന്റെ സുന്നത്തനുസരിച്ച് എല്ലാ പ്രവാചകന്മാരോടും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കതബല്ലാഹു ലാ ഗലിബന അന വറുസുലി, അള്ളാഹു വിധിച്ചിരിക്കുന്നു, ഞാനും എന്റെ പ്രവാചകന്മാരും വിജയം പ്രാപിക്കും. അഹമ്മദിയത്തിന്റെ വിജയം, യഥാർത്ഥ ഇസ്ലാമിന്റെ വിജയം തീർച്ചയായും സംഭവിക്കും. എന്നാൽ നാം തഖ്വയിൽ പുരോഗമിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇൻഷാ അല്ലാഹു തആല ഈ പുരോഗതികളുടെയും വിജയങ്ങളുടെയും ദൃശ്യം കാണുന്നവരായിത്തീരും. ജമാഅത്തിനായി വിധിച്ചിരിക്കുന്ന ഈ പര്യവസാനം, അതിന്റെ പ്രഭാവം നാം സ്വയം കാണുന്നവരായിത്തീരും. ഈ പ്രഭാവം കാണുന്നതിനായി, ഈ വിജയം കാണുന്നതിനായി തങ്ങളുടെ തഖ്വയുടെ നിലവാരം ഉയർത്താനുള്ള പരിശ്രമം ഓരോ അഹമ്മദിയും ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ചും പര്യവസാനത്തെക്കുറിച്ചും ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ കാര്യവും ഓർക്കേണ്ടതാണ്. ശുഭപര്യവസാനം നല്ല ആളുകൾക്കാണുള്ളത്. അല്ലാഹു ഇതാണ് പറഞ്ഞിരിക്കുന്നത്, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അതായത് പര്യവസാനത്തിന്റെ കൽപ്പനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ പറയുന്നു. അള്ളാഹുവിന്റെ സുന്നത്ത് ഈ വിധത്തിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സത്യസന്ധരായ ആളുകൾ തങ്ങളുടെ പര്യവസാനം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. അവിടുന്ന് പറയുന്നു, തുടക്കത്തിൽ നബിമാരിൽ ഈ വിധത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഒരു ദീർഘകാലം
जमात की तरक्की के बारे में വിജയത്തിന്റെ ഒരു ഭാവവും കാണാൻ സാധിച്ചില്ല. പിന്നീട് അവസാനം അള്ളാഹുവിന്റെ സഹായത്തിന്റെ മന്ദമാരുതൻ വീശാൻ തുടങ്ങി. തന്റെ ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ച്, പര്യവസാനത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അവിടുന്ന് പ്രകാരം വിവരിച്ചിരിക്കുന്നു. പറയുന്നു, पा रहा हूं तो मेरा गम दूर और बिल्कुल സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് और इस बात पर സത്യസന്ധമായ വാഗ്ദാനങ്ങൾ ലഭിക്കുന്നു. അതായത് അള്ളാഹുവിൽ നിന്ന് എനിക്ക് സത്യസന്ധമായ സന്തോഷ വാർത്തകൾ ലഭിക്കുന്നു. आपको अपने अल्लाह അപ്പോൾ तो ईमान എന്റെ ദുഃഖം പൂർണ്ണമായും ഇല്ലാതായിത്തീരുന്നു. फिर आप ഈ കാര്യത്തിൽ പുതിയൊരു വിശ്വാസം വരുന്നു. मुझे तो खुशबू आती है അതായത് कि आखिरकार ജമാഅത്തിന്റെ പുരോഗതിയെക്കുറിച്ച് അള്ളാഹു നൽകുന്ന വാർത്തകൾ ലഭിക്കുമ്പോൾ പറയുന്നു, എന്റെ ഈമാൻ പുതിയതായിത്തീരുന്നു. പിന്നീട് അവിടുന്ന് പറയുന്നു, हमें इस तरक्की का हिस्सा बनने के അവസാനം വിജയം अपने तकवा के माया നമ്മുടേത് തന്നെയാണ് എന്ന സുഗന്ധം എനിക്ക് വരുന്നു. ഇൻഷാ അല്ലാ. और फिर इंशाल्लाह അഹമ്മദിയ ജമാഅത്തിന്റെ ഈ പുരോഗതിയും വിജയവും വിധിക്കപ്പെട്ട കാര്യമാണ്. നാം ഈ പുരോഗതിയിൽ ഭാഗവാക്കാകുന്നതിനായി നമ്മുടെ തഖ്വയുടെ നിലവാരം ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. बुलंदतर करते चले जाने की जरूरत है. ഈ ജൽസകളുടെ ദിവസങ്ങളിലും हम सब പിന്നീട് ഇൻഷാ അല്ലാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റമദാനും ആരംഭിക്കുകയാണ്. അതിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം എടുത്തുകൊണ്ട് തങ്ങളുടെ തഖ്വയുടെ നിലവാരം ഓരോ അഹമ്മദിയും ഉന്നതമാക്കിക്കൊണ്ടേയിരിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അള്ളാഹു നമുക്കേവർക്കും ഇത് സ്വായത്തമാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഓരോരുത്തർക്കും ജൽസയുടെ ഈ ദിവസങ്ങളിൽ നിന്നും പൂർണ്ണമായും പ്രയോജനം നേടാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ജൽസയുമായി ബന്ധപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും നമ്മിൽ ഓരോരുത്തരും സ്വരൂപിക്കുന്നവരായി തീരട്ടെ. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ ജലസയിൽ പങ്കെടുക്കുന്നവർക്കായി, തന്റെ ജമാഅത്തിലെ അംഗങ്ങൾക്കായി ചെയ്ത ആ ദുആകളുടെ അവകാശികളായി തീരുമാറാകട്ടെ. लोगों को सुनना चाहिए और हाजिरी भी सही रहनी चाहिए. और जो भी വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഉണ്ട്. यती मज़ामीन ജലസയുടെ മുഴുവൻ പ്രോഗ്രാമുകളും उन्हें अपनी നിശബ്ദരായി എല്ലാവരും കേൾക്കേണ്ടതാണ്. ഹാജർ നിലയും നല്ലതായിരിക്കേണ്ടതാണ്. तौफीक भी ता फरमाए. വൈജ്ഞാനികവും തർബിയത്ത് പരവും ആത്മീയപരവുമായ ये बात भी कहना चाहता എല്ലാ വിഷയങ്ങളും हूँ हर लिहाज से കേൾക്കുകയും തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഈ കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. दुनिया को भी എല്ലാവിധത്തിലും പങ്കെടുക്കുന്ന എല്ലാവരും ഇവിടെയുള്ള വ്യവസ്ഥിതിയുമായി സഹകരിക്കേണ്ടതാണ്. करनी चाहिए. സംഘാടകരും इसी तरह ഡ്യൂട്ടി ചെയ്യുന്നവരും और हर शामिल होने वाला भी തങ്ങളുടെ ആതിഥ്യത്തിന്റെ नजर रखें. ഉത്തരവാദിത്വം പൂർണ്ണമായും अल्लाह ताला നിറവേറ്റുന്നവരായി തീരണം. को हर शर से അതുപോലെ തന്നെ ഡ്യൂട്ടി ചെയ്യുന്നവരും പങ്കെടുക്കുന്നവരും जलसे को बाबरकत തങ്ങളുടെ ചുറ്റുപാടിനെ കുറിച്ചും നിരീക്ഷിക്കേണ്ടതാണ്. അള്ളാഹു എല്ലാവരെയും എല്ലാ കുഴപ്പത്തിൽ നിന്നും സുരക്ഷിതരാക്കി തീർക്കട്ടെ. അള്ളാഹു എല്ലാവിധത്തിലും ഈ ജൽസയെ അനുഗ്രഹീതമാക്കി തീർക്കട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله
أكبر. हज़रत मसीह मऊद अलैहिस्सलातु वस्सलाम फरमा